മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല ആളുകൾക്കുമുള്ള ഒരു ഡൗട്ടാണ് ഏത് ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. 3 തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ, രണ്ടാമത് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകൾ, മൂന്നാമത് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടുകൾ. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ കമ്പനികളുടെ ഷെയർസിൽ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്. പൊതുവെ റിട്ടേണും ബെനിഫിറ്റും ലാഭം കൂടുതൽ കിട്ടുന്നത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലാണ്. രണ്ടാമതുള്ള കാറ്റഗറിയാണ് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്. ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക് കുറഞ്ഞ ഒരു അത്യാവശ്യം ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ലെവലിൽ കിട്ടാവുന്ന ഫണ്ടുകളാണ് ഡെപ്റ്റ് ഫണ്ട്. ഡെപ്റ്റ് ഫണ്ടുകൾ പൊതുവെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബോണ്ടുകൾ, ഡിബഞ്ചറുകൾ, കൊമേഴ്ഷ്യൽ പേപ്പറുകൾ, മറ്റുള്ള ഗവൺമെൻറ് ട്രഷറി ബില്ലുകൾ, സെക്യൂരിറ്റീസ് എന്നിവയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കൊമേഴ്ഷ്യൽ പേപ്പറുകൾ, ബോണ്ടുകൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു മിനിമം ഇൻട്രസ്റ്റ് റേറ്റിൽ മൂവ് ചെയ്യുന്ന സാധനങ്ങളാണ് ഡെപ്റ്റ് ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ. ഹൈബ്രിഡ് ഫണ്ടുകളാണെങ്കിൽ ഇക്വിറ്റിയും ബോണ്ടും മിക്സ് ചെയ്ത് വരുന്ന ഫണ്ടുകളാണ് ഹൈബ്രിഡ് ഫണ്ടുകൾ. ഒരു പക്ഷേ ചില ഫണ്ടുകളിൽ 65% ഇക്വിറ്റിയും 35% ബോണ്ടുകളിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുക. പൊതുവെ ഒരു മീഡിയം ലെവലിൽ റിസ്ക് മൂവ് ചെയ്യുന്ന ഫണ്ടുകളാണ് ഹൈബ്രിഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ. കൂടുതൽ റിട്ടേൺ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ പൊതുവെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ പോവുകയായിരിക്കും ലോങ് ടൈമിലോട്ട് കൂടുതൽ റിട്ടേൺ കാണിക്കുക. ഡെപ്റ്റ് ഫണ്ടുകളാണെങ്കിൽ ഷോർട്ട് ടൈമിൽ ഒരു ആവറേജ് റിട്ടേൺ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാവുന്ന ഫണ്ടുകളാണ് ഡെപ്റ്റ് ഫണ്ടുകൾ.